ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അശ്വിൻ ശ്യാമിനോട് പറയുകയാണ്, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ശ്രുതിയെ വിവാഹം ചെയ്തത്. ഇനി അവളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ്. അത് നീ ഓർത്തിരിക്കണം. അപ്പോൾ ശ്യാം ചോദിക്കുക, എന്താ നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? അശ്വിൻ പറയാം, ഭീഷണിയോ? എൻ്റെ ചേച്ചി ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലായിപ്പോയി. അല്ലെങ്കിൽ ഈ അശ്വിൻ സായിറാം ആരാണെന്ന് നീ അറിഞ്ഞേനെ. ഇനി നിനക്കൊരു ചാൻസ് കൂടി തരുക. എൻ്റെ ചേച്ചിക്കുണ്ടാവുന്ന കൊച്ചുമായിട്ട് സമാധാനമായിട്ട് നീ ജീവിക്കണം. അല്ലാതെ ഫ്രോഡ് പണിയായിട്ട് നടക്കാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അശ്വിൻ സായിറാം ആരാണെന്ന് നീ അറിയും. പിന്നെ ഒരു കാര്യം കൂടി അവസാനമായിട്ട് പറയാം. പഴയ ബന്ധത്തിൻ്റെ പേരും പറഞ്ഞ് ഇനി ശ്രുതിയുടെ പുറയിലെങ്ങാനും നീ വന്നാ അന്ന് നിൻ്റെ അവസാനമായിരിക്കും. ഇത് നിനക്കുള്ള വാണിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ അഞ്ജലിയും പ്രീതിയും പൂജാ റൂമിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വിളക്കണയുന്നത് കണ്ട് പെട്ടെന്ന് ശ്രുതി അവിടേക്ക് വന്ന് വിളക്ക് ഇങ്ങനെ അണയാതെ നോക്കുന്നു. ഇതെല്ലാം കണ്ടിട്ട് അഞ്ജലിയും പ്രീതിയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ശ്രുതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടെന്ന് ആരതി കൊണ്ടുപോയി അഞ്ജലി എല്ലാവർക്കും കൊടുക്കുന്നു. പ്രീതിയാണെങ്കിൽ എല്ലാവർക്കും പ്രസാദവും കൊടുക്കുന്നു. ഈ സമയം മനോരമ അവിടേക്ക് വരുമ്പോൾ പ്രീതിയും അഞ്ജലിയും പ്രസാദവും ആരതിയൊക്കെ മനോരമയ്ക്ക് കൊടുക്കുന്നു. അതെല്ലാം വാങ്ങിയിട്ട് മനോരമ പറയാം, ആഹാ എൻ്റെ മൈ ഗോഡ്, അനിയത്തിയും ചേട്ടത്തിയും പൂജയ്ക്ക് ഹാജരാണല്ലോ. ഇവർ രണ്ടുപേരെയും ഈ വീട്ടിലെ മരുമക്കളായ അങ്ങ് അംഗീകരിച്ചോ? എങ്കിൽ പിന്നെ ഒരാടെ കല്യാണം മാത്രം നടത്തണ്ടായിരുന്നല്ലോ. അതും അങ്ങ് ധർമ്മ കല്യാണം ആക്കിയാൽ പോരായിരുന്നു. മൂത്തവൾ പ്രസാദം വിളമ്പുന്നു. ഇളയവളിനെ എന്താണാവോ കണ്ടുവച്ചിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മോഹനൻ പറയാം, മനോരമേ നീ രാവിലെ തന്നെ തുടങ്ങിയോ? അമ്മ പറഞ്ഞതല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ സംസാരിക്കേണ്ടെന്ന്. അപ്പം മനോരമ പറയുകയാണ്, ഓ പശുവും ചത്ത് മോരിൻ്റെ പുളിയും തീർന്നു, അല്ലാതെ എന്താ. പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ ആരതി തൊഴുന്ന കണ്ട് അഞ്ജലി അതുകൊണ്ട് അകത്ത് വെക്കുന്നു. ശ്രുതി പ്രീതിക്ക് നേരെ കൈ നീട്ടുന്നു പ്രസാദത്തിനായിട്ട്. പ്രീതിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് മനോരമ പറയുകയാണ്, സിസ്റ്റേഴ്സിന്റെ ഡ്രാമ തുടങ്ങിയല്ലോ. നീ എന്താടി അവക്ക് പ്രസാദം കൊടുക്കാത്തത്? അവൾ നിന്റെ ബിഗ് ബ്രദറിന്റെ വൈഫാ. ഇന്നലെ വരെ നിന്റെ അനിയത്തിയായിരുന്നിരിക്കും. പക്ഷേ ഇന്ന് മുതൽ സ്ഥാനം കൊണ്ട് ജ്യേഷ്ഠന്റെ ഭാര്യയായിട്ട് വരും. അതായത് അശ്വിൻ സായിറാമിന്റെ വൈഫ്. അത് ആരാന്നാ നിന്റെ വിചാരം? ഇതൊക്കെ കേട്ട് പ്രീതി ഒന്നും മിണ്ടാ നിൽക്കുമ്പോൾ അഞ്ജലി ചോദിക്കുക, അല്ല മുത്തശ്ശി എവിടെ? പൂജയ്ക്ക് കണ്ടില്ലല്ലോ. അപ്പം മോഹനം പറയുകയാണ്, അമ്മ ഇന്നലെ ഒരുപാട് സങ്കടപ്പെട്ടാ കിടന്നത്, അതുകൊണ്ടായിരിക്കും പൂജയ്ക്ക് വരാഞ്ഞത്. ഈ സമയം ശ്യാം അവിടേക്ക് വരുമ്പോൾ അഞ്ജലി ശ്യാമിന് പ്രസാദം കൊടുത്തിട്ട് മുത്തശ്ശി കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്യാം പറയാം, ഇല്ല ഞാൻ കരുതി മുത്തശ്ശി ഇവിടെ ഉണ്ടെന്ന്. അങ്ങനെ എല്ലാവരും മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ശ്യാം ശ്രുതിയെ പിടിച്ചു നിർത്തിയിട്ട്, ശ്രുതി അവിടെ നിൽക്ക്. എല്ലാവരും ഓരോ ചോദ്യങ്ങളായിട്ട് ഇന്നലെ മുതൽ നിന്റെ പുറകെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയേണ്ടത് അതല്ല. ഇത്ര നിസ്സാരമായിട്ട് എൻ്റെ സ്നേഹത്തെ മറന്നിട്ട് നീ എന്തിനാ ആ അശ്വിനെ വിവാഹം കഴിച്ചത്? എൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാൻ നിനക്ക് കഴിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ശ്യാം പറയുന്നതായിട്ട് ശ്രുതി ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ഈ സമയം ഇതെല്ലാം കണ്ടിട്ട് അശ്വിൻ അവിടേക്ക് വരുന്നു. ശ്രുതിയാണെങ്കിൽ അശ്വിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് കയറി പോകുന്നു. അശ്വിനാണെങ്കിൽ ശ്യാമിനെ തന്നെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. ഈ സമയം അഞ്ജലി മുത്തശ്ശി മുത്തശ്ശി എന്ന് പറഞ്ഞിങ്ങനെ നിലവിളിക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോകുന്നു. ഈ സമയം മനോരമ പറയാണ്, മദറിലോ കതക് തുറക്കുന്നില്ലല്ലോ, ഇനി എന്തെങ്കിലും സംഭവിച്ചോ? എന്തായാലും മരുമകൾ കാല് വെച്ച് കയറി വന്ന സമയം കൊള്ളാം, വീട്ടിൽ മുഴുവൻ സീനാണല്ലോ. എന്നിട്ട് മനോരമയാണെങ്കിൽ ദേഷിച്ച് പ്രീതി തന്നെ നോക്കി നിൽക്കുകയാണ്. അശ്വിൻ ഓടി വന്ന് കതക് തള്ളി തുറക്കുന്നു. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അഞ്ജലി മുത്തശ്ശി മുത്തശ്ശി എന്ന് നിലവിളിക്കുമ്പോൾ മുത്തശ്ശി പെട്ടെന്ന് കണ്ണ് തുറക്കുകയാണ്. ഈ സമയം അശ്വിൻ ഞാൻ ഡോക്ടറെ വിളിക്കാമെന്ന് പറയുമ്പോൾ അഞ്ജലി പെട്ടെന്ന് പറയുകയാണ്, വേണ്ട, നീയാണ് ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ. നീ ഇവിടെ ഡോക്ടറെ വിളിക്കേണ്ട. ആകാശ് നീ വിളിച്ചാൽ മതി. ആകാശേ ഡോക്ടറെ വിളിക്കുക. അങ്ങനെ ആകാശ് പുറത്തേക്ക് പോയിട്ട് ഡോക്ടറെ വിളിക്കാനായിട്ട് പോകുന്നു. അതമ്മ മനസ്സിൽ പറയുകയാണ്, എന്തായാലും ജീവനുണ്ട്. ഈ സമയം അഞ്ജലി പറയുകയാണ്, ഇന്നലെ വരെ ഇതൊരു സന്തോഷമായിട്ട് എല്ലാവരും ഒത്തൊരുമയായിട്ട് പോയിരുന്ന കുടുംബമാണ്. നീ ഒറ്റ നിന്റെ പിടിവാശി കാരണമാണ് ഈ കുടുംബം ഇപ്പോൾ മരണ വീട് പോലെ ആയിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് മുത്തശ്ശി പറയാം, അഞ്ജലി മോളെ നീ അവനോട് സംസാരിക്കേണ്ട. അവനോട് മാത്രമല്ല അവൻ്റെ കൂടെ കൂട്ടുനിന്ന് ഈ വീടിന് മാനക്കേടുണ്ടാക്കിയ ആരോടും നീ സംസാരിക്കേണ്ട. ഇന്നലെ വരെ ഇവനെ ആലോചിച്ച് എനിക്ക് സങ്കടമായിരുന്നു. ഇവനൊരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഇവൻ തെളിയിച്ചു ഇവൻ്റെ അച്ഛനെ പോലെ തന്നെയാണെന്ന്. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അശ്വിൻ. പെട്ടെന്ന് ഡോക്ടർ ഇപ്പോൾ വരൂ എന്ന് ആകാശ് പറയുന്ന കേട്ട് മുത്തശ്ശി പറയുകയാണ്, വേണ്ട, എനിക്ക് കുറച്ചു നേരം ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നാൽ മതി. എല്ലാവരും ഇവിടെ നിന്ന് പോകണം. ഇത് കേട്ടിട്ട് മോഹനൻ എല്ലാവരുടെ അടുത്തും, വാ നമുക്ക് എല്ലാവർക്കും പുറത്തു പോവാം, അമ്മ ഒറ്റയ്ക്കൊന്ന് കിടക്കട്ടെ. അങ്ങനെ അശ്വിനും പോയി കഴിയുമ്പോൾ ശ്രുതി മുത്തശ്ശിയോട് മിണ്ടാൻ ചെല്ലുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, വേണ്ട, നീ പറയുന്ന ഒരു കാര്യവും എനിക്ക് കേൾക്കണ്ട. അങ്ങനെ ശ്രുതി പുറത്തിറങ്ങിയിട്ട് സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഈ സമയം അഞ്ജലി ആണെങ്കിൽ അമ്മയുടെ കത്ത് വായിച്ചുകൊണ്ട് അമ്മയോട് പറയുകയാണ്, നമ്മുടെ കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞു അമ്മേ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ലാതെ നടന്നത്. അവൻ്റെ വാശി, അവൻ്റെ ഇഷ്ടപ്രകാരമാണ് അത് നടന്നത്. എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് അവൻ ഈ വിവാഹം നടത്തിയത്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അമ്മേ എന്ന് പറഞ്ഞ് അഞ്ജലി കത്ത് നോക്കി കരയുന്ന കാണുമ്പോൾ അശ്വിൻ അവിടേക്ക് വന്നിട്ട് പറയാം, എന്താ ചേച്ചി ഇത്? ഈ നാടകം ഇതുവരെ നിർത്താറായില്ലേ? അപ്പോൾ അഞ്ജലി പറയാം, നാടകമോ? ഞാൻ അമ്മയോട് സംസാരിക്കുന്ന നാടകമായിട്ടാണോ നിനക്ക് തോന്നിയത്? നിനക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറാൻ കഴിഞ്ഞത്? നിനക്ക് എങ്ങനെ തോന്നുന്നു എല്ലാവരെയും ഇങ്ങനെ സങ്കടപ്പെടുത്താൻ?
അശ്വിൻ പറയുകയാണ് അത് പിന്നെ എനിക്ക് ആരെയും സങ്കടപ്പെടുത്തണമെന്നില്ല, പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് ശ്രുതിയെ വിവാഹം കഴിക്കേണ്ടി വന്നു, അത് നിങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ അഞ്ജലി പറയാം അങ്ങനെ നീ പറയുന്നപ്പോഴെല്ലാം എല്ലാം അംഗീകരിച്ച് തരാൻ പറ്റില്ല. നീ പറയുന്നത് കേട്ടിട്ട് ഇവിടെ താമസിക്കാൻ ഞങ്ങൾ നിന്റെ ആശ്രിതരൊന്നും അല്ലല്ലോ. അത് മാത്രമല്ല നിനക്ക് ശ്രുതിയെ ഇഷ്ടപ്പെടാം, പക്ഷേ ആ വിവാഹം ആചാരപ്രകാരം നടത്തണം. നിന്റെ ഇഷ്ടത്തിനല്ല നടത്തേണ്ടത്. നീ പറയുന്നത് പോലെ കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഞങ്ങൾ ഈ വിവാഹം അംഗീകരിച്ച് തരാൻ പോകുന്നില്ല. എന്തിനാ ഈ വിവാഹം ഇത്ര പെട്ടെന്ന് നടത്തിയെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് അശ്വിൻ ദേഷ്യത്തിൽ പറയുകയാണ് നിങ്ങൾക്കങ്ങനെ എൻ്റെ വിവാഹം അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഈ വീട്ടിൽ നിന്ന് പോകും. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഉടനെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയും വിളിച്ച് ഇവിടെ നിന്നിറങ്ങും. ചേച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു. ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ട് പൊട്ടിക്കരയുകയാണ് അഞ്ജലി. അടുത്തതായിട്ട് കാണിക്കുന്നത് മുത്തശ്ശിയുടെ റൂമിലെത്തിയിട്ട് മുത്തശ്ശിക്ക് ടാബ്ലറ്റ് ഒക്കെ കൊടുക്കുകയാണ് പ്രീതിയും ആകാശം ചേർന്ന്. എന്നിട്ട് മുത്തശ്ശിയെ പിടിച്ചിരുത്തുകയാണ്. ഈ സമയം ശ്രുതി അവിടേക്ക് മുത്തശ്ശിക്കുള്ള ആഹാരമായിട്ട് വരുന്നു. എന്നിട്ട് മുത്തശ്ശിയോട് പറയുകയാണ് മുത്തശ്ശി ഞാൻ നിങ്ങളെ ആരെയും സങ്കടപ്പെടുത്തണമെന്ന് കരുതിയല്ല അങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷേ അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ മുത്തശ്ശി പറയാണ് എനിക്കൊന്നും കേൾക്കണ്ട, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? അപ്പോൾ ശ്രുതി പറയുകയാണ് അത് പിന്നെ മുത്തശ്ശിക്കുള്ള ആഹാരമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതായിട്ട് മുത്തശ്ശി ദേഷ്യത്തിൽ പറയുകയാണ് ആഹാരോ? നിന്റെ കയ്യിൽ നിന്ന് ഞാനൊരു ഒരു തുള്ളി വെള്ളം പോലും വാങ്ങി കുടിക്കില്ല, അതിനുള്ള അർഹത നിനക്കില്ല. ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശ്രുതി. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്